രാഷ്ട്രീയത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി വിജയ് മുന്നോട്ട് പോവുകയാണ്. ഗവർണർക്ക് കത്തയച്ചു എന്ന വാർത്ത നേരത്തെ വന്നതാണ്. കെ.സി. വേണുഗോപാൽ ഇപ്പോൾ വിജയ് കത്തയക്കുന്നു. സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടിക്കൊണ്ടാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയ് കെ.സി. കത്തയച്ചത്. വിഷ്ണു പ്രസാദും ഒപ്പം അനൂപ് ദാസും നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, കെ.സിക്ക് കത്തയച്ചു, എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? വേണുഗോപാലിന് കോൺഗ്രസിന്റെ പിന്തുണ തേടിക്കൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഈ കത്തിന്മേൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആണ്. ഈ കത്തുമായി ബന്ധപ്പെട്ട് കെ.സി. വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുമായും ഇന്ന് നടക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ഈ ചർച്ചയ്ക്ക് ഒടുവിൽ എടുക്കുന്ന തീരുമാനം വിജയെ അറിയിക്കുമെന്ന് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ കെ.സി. വേണുഗോപാലുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ തമിഴ്നാട്ടിൽ DMK സഖ്യത്തിനൊപ്പമായിരുന്നു കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. കോൺഗ്രസ്, VCK, CPI, CPIM ഈ 4 പാർട്ടികളുടെയും പിന്തുണ ലഭിച്ചാൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കി അധികാരം ഉറപ്പിക്കാൻ വിജയ്ക്ക് സാധിക്കും, ടി.വി.കെക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായുള്ള ഈ സഖ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് കെ.സി. വേണുഗോപാലുമായി ടി.വി.കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയും വിജയുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ എന്ത് സംഭവിക്കും? DMK-യുടെ നിലപാട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. തമിഴ്നാട്ടിൽ മറ്റ് മുന്നണി സമവാക്യങ്ങൾ കൂടി രൂപപ്പെടുമോ എന്നതും വരും മണിക്കൂറുകളിൽ നിർണായകമായി തന്നെ നോക്കിക്കാണേണ്ടതാണ്. അനൂപ് ദാസ് കൂടി. അനൂപ്, എങ്ങനെയാണ് അവിടുത്തെ തമിഴ്നാട്ടിലെ ഇക്വേഷൻ എങ്ങനെ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്താണ് വിജയുടെ പ്രതീക്ഷ? എന്തൊക്കെ നീക്കങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് കത്തയച്ചിരിക്കുന്നു? എന്തൊക്കെ സംഭവിക്കാം? 107 സീറ്റാണ് വിജയ്ക്ക് ഇപ്പോൾ ഉള്ളത്. ഇനി മുഖ്യമന്ത്രി ആവണമെങ്കിൽ, മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ 11 പേരുടെ പിന്തുണ കൂടി വേണം. ആ 11 പേരുടെ പിന്തുണ ഇപ്പോൾ രതീഷ് തന്നെ പറഞ്ഞ പോലെ 5 പേരുടെ പിന്തുണ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചാൽ ലഭിക്കും. അത് കഴിഞ്ഞും വേണം 6 പേരുടെ പിന്തുണ. അതായത് CPM-നും CPI-ക്കും 2 സീറ്റ് വീതവും VCK-ക്ക് 2 സീറ്റുമുണ്ട്. അതായത് 6 സീറ്റ്. ഈ 3 പാർട്ടികളുടെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ വിജയ്ക്ക് ഭരിക്കാൻ പറ്റും. മറ്റു പാർട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് അമ്മാമക്കൾ മുന്നേറ്റ ഘടകത്തിലാണ് ഒരു സീറ്റുള്ളത്, NDA സഖ്യകക്ഷിയാണ്. അത് മാത്രവുമല്ല പാട്ടാളി മക്കൾ കക്ഷിക്ക് 4 സീറ്റുണ്ട്, അവരും NDA സഖ്യകക്ഷിയാണ്. NDA-യുമായി ഒരു ബന്ധമുണ്ടാക്കുന്നതിന് വിജയ്ക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും ഒപ്പം കൂട്ടാനുള്ള ശ്രമം. അതേസമയം അതിലുള്ളൊരു പ്രശ്നം, ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ ഒന്നും നല്ലൊരു വേരോട്ടമോ അതല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ 30,000-ന് മുകളിൽ വോട്ടോ തമിഴ്നാട്ടിലില്ല. DMK-യുടെ വോട്ട് വാങ്ങിയാണ് ഇവരെല്ലാം ജയിച്ചത്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ DMK-യെ തള്ളിപ്പറഞ്ഞ് വിജയുടെ കൂടെ പോകുക എന്നത് രാഷ്ട്രീയ വഞ്ചനയാണ്. ആ രാഷ്ട്രീയ വഞ്ചനയ്ക്ക് നിൽക്കുമോ ഈ പാർട്ടികൾ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അതേസമയം തന്നെ ഇപ്പോൾ വിജയ്ക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാതെ ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട ഘട്ടം വന്നാൽ DMK-ക്കും DMK-ക്കും ഒക്കെ അത് പ്രശ്നമാണ്. ഒന്ന്, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ പ്രചാരണത്തിലൊക്കെ പണമില്ല കയ്യിൽ എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തേത്, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ നേരത്തെ ഡൽഹിയിലൊക്കെ കണ്ട പോലെ സമ്പൂർണ്ണ ആധിപത്യം വിജയ്ക്ക് ഉണ്ടാകും എന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ട എന്ന് DMK-യും DMK-യും കരുതുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സഖ്യപാർട്ടികൾ ചിലർ പുറത്തു നിന്ന് വിജയെ പിന്തുണയ്ക്കട്ടെ എന്ന നിലപാട് സ്റ്റാലിൻ സ്വീകരിച്ചേക്കും. അങ്ങനെ ഒരു നിലപാട് ഇന്ന് രാത്രിയോടുകൂടിയോ നാളെയോടുകൂടിയോ സ്റ്റാലിൻ സ്വീകരിച്ചാൽ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്തേക്കും, അനുമതി തേടി ഗവർണർക്ക് ഇമെയിൽ അയച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ സത്യപ്രതിജ്ഞയിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. സത്യപ്രതിജ്ഞയിലേക്ക് പോകും. മറ്റന്നാൾ തന്നെ ഉണ്ടാകുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം വൈകാതെ വരുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ വിജയ് ഇടതു പാർട്ടികളുമായും കോൺഗ്രസുമായും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് ഒരു ഉറപ്പ് ഈ പാർട്ടികൾ നൽകിയെന്നാണ് വിവരം. അന്തിമ തീരുമാനമായിട്ടില്ല. എന്തായാലും വിജയ്ക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. വീണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് DMK-ക്ക് തന്നെയാണ് തിരിച്ചടിയാവുക. അതുകൊണ്ട് DMK വിശ്വസ്തരായ സഖ്യ പാർട്ടികളെ വിജയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ തീരുമാനിക്കും. അതിന് ഒരു സമ്മതം സ്റ്റാലിൻ മൂളുമെന്നാണ് കരുതുന്നത്. എന്തായാലും അവിടെ വിജയ് മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് തമിഴ്നാട്ടിലുള്ള വിവരം. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ഉൾപ്പെടെ പിന്തുണയും തേടുകയാണ്. കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുക എന്നത് വളരെ പ്രധാനമാണല്ലോ. ആ സാഹചര്യത്തിലാണ് പുതിയ നീക്കങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത്.